ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഭാഗങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ചെയ്ത് പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ 2 നിയമങ്ങളാണ് പഠിച്ചത്. ഒന്ന്, ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ 2 ത്രികോണങ്ങളുടെയും കോണുകൾ തുല്യമായിരിക്കുമെന്നതാണ് ഒന്നാമത്തെ നിയമം. രണ്ടാമത്തെ നിയമം, ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ 2 ത്രികോണങ്ങളുടെയും തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും എന്നതാണ് രണ്ടാമത്തെ നിയമം നമ്മൾ പഠിച്ചത്. ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ചോദ്യം എല്ലാവരും എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻ പറയാണ്: ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് ഓൾ പെയർസ് ഓഫ് മാച്ചിങ് ആംഗിൾസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ചുവടെ തന്നിരിക്കുന്ന ത്രികോണങ്ങൾ, ഓരോ ജോഡി ത്രികോണങ്ങളിലും തുല്യമായ കോണുകൾ 2 ത്രികോണങ്ങളിൽ നിന്നും കണ്ടെത്തണം. അതാണ് ചോദ്യം. ആ ചിത്രം ഒന്നാമത്തെ ചിത്രമാണ്, ഒന്നാമത്തെ ജോഡി ചിത്രമാണ് വരയ്ക്കുന്നത്. ഇതെല്ലാവരും വരച്ചെടുക്കണം. ABC എന്ന ത്രികോണം, PQR എന്ന രണ്ടാമത്തെ ത്രികോണം 6 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, PQ 5 സെൻറ്റിമീറ്റർ, RQ 4 സെൻറ്റിമീറ്റർ, PR 6 സെൻറ്റിമീറ്റർ. ഇതിനകത്ത് ഈക്വലായിട്ട് വരുന്ന ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ പഠിച്ച നിയമം അനുസരിച്ച് ABC, PQR എന്ന 2 ട്രയാങ്കിളിലെയും ഈക്വൽ സൈഡ്സ് ആദ്യം നമ്മൾ കണ്ടെത്തണം. ABക്ക് ഈക്വലായിട്ട് വരുന്ന സൈഡാണ് PR എന്ന് പറയുന്നത്. ABയുടെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ C. PRന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ Q. അതനുസരിച്ച് AB ഈസ് ഈക്വൽ ടു PR ഈസ് ഈക്വൽ ടു ആംഗിൾ C ഈസ് ഈക്വൽ ടു ആംഗിൾ Q എന്ന് വരും. അതായത് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റായിട്ടുള്ള ആംഗിൾ ഈക്വൽ ആംഗിൾ എന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. AB ഈസ് ഈക്വൽ ടു, AB 6 സെൻറ്റിമീറ്റർ ആണ്. ABക്ക് ഈക്വലായിട്ട് വരുന്ന PQRലെ സൈഡ് PR ആണ്. AB ഈസ് ഈക്വൽ ടു PR ഈസ് ഈക്വൽ ടു ABക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ C. ആംഗിൾ C ഈസ് ഈക്വൽ ടു ആംഗിൾ Cക്ക് ഈക്വലായിട്ട് വരുന്ന ആംഗിൾ PQRൽ ABക്ക് ഈക്വലാണ് PR. PRൻ്റെ ഓപ്പോസിറ്റാണ് ആംഗിൾ Q. AB ഈസ് ഈക്വൽ ടു PR, ദെൻ ആംഗിൾ C ഈസ് ഈക്വൽ ടു ആംഗിൾ Q എന്ന് കിട്ടും. AB എന്ന് പറയുന്ന സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ്. ABക്ക് ഈക്വലായിട്ട് വരുന്ന സൈഡാണ് PR. ABയുടെ ഓപ്പോസിറ്റാണ് ആംഗിൾ C. PRൻ്റെ ഓപ്പോസിറ്റാണ് ആംഗിൾ Q. അതുകൊണ്ട് ആംഗിൾ C ഈസ് ഈക്വൽ ടു ആംഗിൾ Q എന്ന് കിട്ടും. അതുപോലെ ഇവിടെ BCക്ക് ഈക്വലാണ് PQRലെ PQ എന്ന് പറയുന്നത്. BC 5 സെൻറ്റിമീറ്റർ ആണ്. PQRൽ PQവും 5 സെൻറ്റിമീറ്റർ ആണ്. BC ഈസ് ഈക്വൽ ടു PQ, ദെൻ BCയുടെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ A എന്ന് പറയുന്നത്. ആംഗിൾ A ഈസ് ഈക്വൽ ടു, BCക്ക് ഈക്വലായിട്ട് വരുന്ന സൈഡാണ് PQ. PQവിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ R. ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ R എന്ന് കിട്ടും. ഇവിടെ BC എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. ABCയിലെ BCക്ക് ഈക്വലായിട്ട് വരുന്ന സൈഡ് PQRൽ PQ ആണ്. അപ്പോൾ BC ഈസ് ഈക്വൽ ടു PQ എന്ന് പറയാം. BCയുടെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ A ആണ്. ഇവിടെ PQവിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ R ആണ്. ദെർഫോർ ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ R എന്ന് കിട്ടും. ഇത് നമ്മൾ പഠിച്ച നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ ഈക്വൽ ആംഗിൾ ആയിരിക്കും എന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. ഇനി മൂന്നാമത്തെ സൈഡ് AC. ABCയിലെ ACക്ക് ഈക്വലായിട്ട് വരുന്ന സൈഡ് PQRൽ RQ ആണ്. AC ഈസ് ഈക്വൽ ടു RQ, ദെൻ ACയുടെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ B ആണ്. ആംഗിൾ B ഈസ് ഈക്വൽ ടു, ACക്ക് ഈക്വലായിട്ട് വരുന്ന സൈഡ് PQRൽ RQ ആണ്. RQവിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ P ആണ്. ആംഗിൾ B ഈസ് ഈക്വൽ ടു ആംഗിൾ P എന്ന് കിട്ടും. 2 ട്രയാങ്കിൾ നമ്മൾ കമ്പയർ ചെയ്ത് നമ്മൾ പഠിച്ച രണ്ടാമത്തെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ ഈക്വൽ ആംഗിൾ ആണ്. ഇതാണ് ആക്ടിവിറ്റിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സബ് ക്വസ്റ്റ്യൻ ആണിത്. സബായിട്ട് വന്ന ഫസ്റ്റ് പെയർ ആംഗിൾസ് ആണിത്, ട്രയാങ്കിൾസ് ആണ്. ഈ ട്രയാങ്കിൾ വരച്ച് ഈ രീതിയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ പറഞ്ഞ ചോദ്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ഇനി രണ്ടാമത് ഇതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതേ രീതി തന്നെയാണ്. ഇതുപോലെ ഒരു ജോഡി ആംഗിൾസ്, ഒരു ജോഡി ട്രയാങ്കിൾ തരും. അതിനകത്ത് ഈക്വൽ ആംഗിൾസ് കണ്ടെത്തി എഴുതണം. അതാണ് രണ്ടാമത്തെ ചോദ്യം.
രണ്ടാമത്തെ ചിത്രം എല്ലാവരും വരച്ചെടുക്കുക, ബോർഡിനകത്തുണ്ട്. LMN, LM 8 cm, NM 10 cm, LN 4 cm. X, Y, Z. XY 4 cm, YZ 8 cm, XZ 10 cm. രണ്ട് ട്രയാങ്കിളിൻ്റെയും സൈഡ്സ് ഈക്വൽ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനകത്തും ഈക്വൽ ആംഗിൾസ് കണ്ടുപിടിക്കാം. LM എന്ന് പറയുന്ന സൈഡിന്, LMN എന്ന ട്രയാങ്കിളിലെ LM എന്ന് പറയുന്ന സൈഡിന് ഈക്വൽ ആണ് YZ. LM is equal to YZ. LMന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ N എന്ന് പറയുന്നത്. ദെൻ ആംഗിൾ N is equal to, ഇവിടെ LM 8 cm ആണ്. LMന് ഈക്വലായിട്ട് വരുന്ന സൈഡാണ് XYZലെ YZ എന്ന് പറയുന്നത്. LMന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ N. ഇവിടെ YZന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ X. ആംഗിൾ N is equal to ആംഗിൾ X എന്ന് കിട്ടും. കൂടാതെ രണ്ടാമത്തെ സൈഡ് MN. MN എന്ന് പറയുന്ന സൈഡ് LMNൽ MN 10 cm ആണ്. MNന് ഈക്വലായിട്ട് വരുന്ന സൈഡ് XYZലെ XZ ആണ്. MNന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ L ആണ്. അപ്പോൾ MN is equal to, MNന് ഈക്വലായിട്ട് വരുന്ന സൈഡ് XZ ആണ്, XZ. MN is equal to XZ. MNന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ L ആണ്. ദെൻ ആംഗിൾ L is equal to, ഇവിടെ MNന് ഈക്വലായിട്ട് വരുന്ന സൈഡാണ് XZ. XZന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ Y. ആംഗിൾ L is equal to ആംഗിൾ Y എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ സൈഡായ LN. LNന് ഈക്വലായിട്ട് വരുന്ന XYZലെ സൈഡാണ് XY എന്ന് പറയുന്നത്. LN is equal to XY. ദെൻ LNന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ M എന്ന് പറയുന്നത്. ഇവിടെ XYക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ Z. ആംഗിൾ M is equal to ആംഗിൾ Z എന്ന് കിട്ടും. ഈ രീതിയിൽ നമ്മൾ പഠിച്ച രണ്ടാമത്തെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ രണ്ടാമത്തെ ചിത്രങ്ങൾ നമ്മൾ കമ്പയർ ചെയ്തത്. അതിനകത്ത് ആംഗിൾ Nന്, LMNലെ ആംഗിൾ Nന് ഈക്വലായിട്ട് XYZലെ ആംഗിൾ X എന്ന് കണ്ടെത്തി. ഇനി LMNലെ ആംഗിൾ Lന് ഈക്വലായിട്ട് XYZലെ ആംഗിൾ Y എന്ന് കണ്ടെത്തി. ഇനി LMNലെ ആംഗിൾ Mന് ഈക്വലായിട്ട് XYZലെ ആംഗിൾ Z എന്ന് കണ്ടെത്തി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആക്ടിവിറ്റീസിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എല്ലാം എഴുതിയെടുക്കുക. ഇൻ ദ ട്രയാങ്കിൾസ് ബിലോ AB is equal to QR, BC is equal to RP, CA is equal to PQ. Compute angle C of triangle ABC and all angles of triangle PQR. എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് ചിത്രങ്ങളും വരച്ചെടുക്കുക. ABC എന്ന ട്രയാങ്കിൾ, ആംഗിൾ A, ആംഗിൾ A 40 ഡിഗ്രി, ആംഗിൾ B 60 ഡിഗ്രി. രണ്ടാമത്തെ PQR എന്ന ട്രയാങ്കിൾ, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. AB is equal to QR, BC is equal to RP, CA is equal to PQ. ആംഗിൾ സിയും അതുപോലെ PQRലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് നമ്മൾ പഠിച്ച നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യാം. അതിന് മുൻപായിട്ട് നമുക്ക് ABC എന്ന ട്രയാങ്കിളിലെ ആംഗിൾ C എന്ന് പറയുന്ന ആംഗിൾ കണ്ടെത്തണം. ആംഗിൾ C കണ്ടുപിടിക്കാൻ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ Aയും ആംഗിൾ Bയും ആംഗിൾ Cയും കൂടി പ്ലസ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. അങ്ങനെയെങ്കിൽ നമുക്ക് ആംഗിൾ C കണ്ടുപിടിക്കാനായിട്ട്
180 ഡിഗ്രിയിൽ നിന്നും തന്നിട്ടുള്ള രണ്ട് ആംഗിളിൻ്റെയും കൂടി സം മൈനസ് ചെയ്താൽ മതി. അതായത് 180 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി ഇസിക്കൽ ടു 180 ഡിഗ്രി മൈനസ് 40 പ്ലസ് 60 100 ഡിഗ്രി എന്ന് വരും. 180ന്ന് 100 മൈനസ് ചെയ്താൽ 80 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ സി നമുക്കിവിടെ 80 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ സി 80 ഡിഗ്രി എന്ന് കിട്ടി. അതിനോടൊപ്പം ഇനി പി ക്യു ആറിലെ ഓരോ ആംഗിളും കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ തന്നിരിക്കുന്നതിനകത്ത് എ ബി ഇസിക്കൽ ടു ക്യു ആർ, നമുക്ക് തന്നെ സൂചന എ ബി ഇസിക്കൽ ടു ക്യു ആർ എന്നുണ്ട്. എ ബി സിയിലെ എ ബിക്ക് ഈക്വലാണ് പി ക്യു ആറിലെ ക്യു ആർ എന്ന് പറയുന്നത്. ഇവിടെ എ ബിയുടെ ഓപ്പോസിറ്റാണ് ആംഗിൾ സി എന്ന് പറയുന്നത്. അപ്പോൾ എ ബി ഇസിക്കൽ ടു ക്യു ആർ, ദെൻ എ ബിക്ക് ഓപ്പോസിറ്റായിട്ട് വന്ന ആംഗിളാണ് ആംഗിൾ സി എന്ന് പറയുന്നത്. ആംഗിൾ സി ഇസിക്കൽ ടു ഇവിടെ എ ബിക്ക് ഈക്വലാണ് ക്യു ആർ എന്ന് പറഞ്ഞു. ക്യു ആറിന് ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത് ആംഗിൾ പി. ആംഗിൾ സി ഇസിക്കൽ ടു ആംഗിൾ പി എന്ന് വരും. ഇവിടെ നമുക്ക് ആംഗിൾ സി എത്ര ഡിഗ്രിയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. സി ഇവിടെ 80 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ സി 80 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ പിയും 80 ഡിഗ്രി തന്നെയായിരിക്കും. ആംഗിൾ സി ഇസിക്കൽ ടു ആംഗിൾ പി ഇസിക്കൽ ടു 80 ഡിഗ്രി എന്ന് കിട്ടും. നമ്മൾ പഠിച്ച നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഈക്വൽ സൈഡ്സ് രണ്ട് ട്രയാങ്കിളിലെയും ഇവിടെ സൈഡ്സ് ഈക്വലാണ്. നമുക്ക് തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ട് ട്രയാങ്കിളിലെയും സൈഡ്സ് ഈക്വൽ ആണ്. അതനുസരിച്ച് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ ഈക്വൽ ആംഗിൾ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എ ബിക്ക് ഈക്വലാണ് ക്യു ആർ എന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ നമ്മൾ സൂചന തന്നിട്ടുണ്ട്. അപ്പോൾ എ ബിക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ സി എന്ന് പറയുന്നത്. എ ബിക്ക് ഈക്വലാണ് ക്യു ആർ. ക്യു ആറിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ പി എന്ന് പറയുന്നത്. ആംഗിൾ സി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 80 ഡിഗ്രി ആണെന്ന് അറിയാം. ആയതിനാൽ ആംഗിൾ സി ഈസിക്കൽ ടു ആംഗിൾ പി ഈസിക്കൽ ടു 80 ഡിഗ്രി എന്ന് കിട്ടും. രണ്ടാമത് ബി സി ഈസിക്കൽ ടു ആർ പി എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ബി സി ഈസിക്കൽ ടു ആർ പി, ദെൻ ബി സി എന്ന് പറയുന്നത് എ ബി സിയിലെ ബി സി എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ എ എന്ന് പറയുന്നത്. ആംഗിൾ എ ഈസിക്കൽ ടു ബി സിക്ക് ഈക്വലാണ് ആർ പി എന്ന് പറയുന്നുണ്ട്. ആർ പിയുടെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ ക്യൂ എന്ന് പറയുന്നത്. ആംഗിൾ എ ഈസിക്കൽ ടു ആംഗിൾ ക്യൂ. ആംഗിൾ എ എത്ര ഡിഗ്രി ആണെന്ന് എ ബി സി എന്ന ട്രയാങ്കിളിൽ തന്നിട്ടുണ്ട്. ആംഗിൾ എ 40 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആംഗിൾ ക്യൂവും എത്ര ഡിഗ്രി ആയിരിക്കും? 40 ഡിഗ്രി തന്നെ ആയിരിക്കും. ആംഗിൾ ക്യൂ ഈസിക്കൽ ടു 40 ഡിഗ്രി എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ മൂന്നാമത് തന്നിരിക്കുന്നു സി എ ഈസിക്കൽ ടു പി ക്യൂ. ദെൻ സി എ എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ ബി എന്ന് പറയുന്നത്. ദെൻ ആംഗിൾ ബി ഈസിക്കൽ ടു സി എക്ക് ഈക്വലായിട്ട് വരുന്ന സൈഡാണ് പി ക്യു ആറിലെ പി ക്യൂ എന്ന് പറയുന്നത്. പി ക്യുവിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ ആർ എന്ന് പറയുന്നത്. ആംഗിൾ ആർ ഈസിക്കൽ ടു ഇവിടെ ആംഗിൾ ബി 60 ഡിഗ്രി എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബിക്ക് ഈക്വലാണ് ആംഗിൾ ആർ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആംഗിൾ ആറും എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ പി ക്യു ആറിലെ ഓരോ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. ആംഗിൾ പി ഈസിക്കൽ ടു 80 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ ക്യൂ ഈസിക്കൽ ടു 40 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ ആർ ഈസിക്കൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടി. പി ക്യു ആറിലെ എല്ലാ ആംഗിൾസുമായി ചെയ്ത രീതി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എ ബി സിയിലെ നമ്മൾ ആദ്യം സി കണ്ടുപിടിക്കുന്നു. സി കണ്ടുപിടിക്കാൻ നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അതിന് നമ്മൾ തന്നിരിക്കുന്ന ഓരോ ആംഗിളും പ്ലസ് ചെയ്ത് 180 ഡിഗ്രിയിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്കിവിടുത്തെ മിസ്സിംഗ് ആംഗിളായ ആംഗിൾ സി കണ്ടെത്താൻ പറ്റും. ആംഗിൾ സി ഈസിക്കൽ ടു 180 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി. 180 ഡിഗ്രി മൈനസ് 40 പ്ലസ് 60 100 ഈസിക്കൽ ടു 80 ഡിഗ്രി എന്ന് കിട്ടും. എ ബി സിയിലെ ആംഗിൾ സി എന്ന് പറയുന്നത് 80 ഡിഗ്രി ആണെന്ന് കണ്ടെത്തി. ഇവിടെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ എ ബി ഈസിക്കൽ ടു ക്യു ആർ ആണെന്ന് നമുക്കറിയാം. എ ബിക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ സി. ക്യു ആറിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ പി. ആംഗിൾ സി ഈസിക്കൽ ടു ആംഗിൾ പി. ആംഗിൾ സി 80 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ പിയും 80 ഡിഗ്രി ആയിരിക്കും. നമ്മൾ പഠിച്ച നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ ഈക്വൽ ആംഗിൾ ആയിരിക്കും. രണ്ടാമത് ബി സി ഈസിക്കൽ ടു ആർ പി എന്ന് പറഞ്ഞു. ബി സിക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ എ എന്ന് പറയുന്നത്. ആർ പിക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ ക്യൂ എന്ന് പറയുന്നത്. ആംഗിൾ എ ഈസിക്കൽ ടു ആംഗിൾ ക്യൂ ഈസിക്കൽ ടു 40 ഡിഗ്രി എന്ന് കിട്ടും. അടുത്തത് സി എ ഈസിക്കൽ ടു പി ക്യൂ എന്ന് പറയുന്നുണ്ട്. സി എക്ക് ഓപ്പോസിറ്റാണ് ആംഗിൾ ബി എന്ന് പറയുന്നത്. അതുപോലെ പി ക്യൂവിന് ഓപ്പോസിറ്റാണ് ആംഗിൾ ആർ എന്ന് പറയുന്നത്. ആംഗിൾ ബി ഈസിക്കൽ ടു ആംഗിൾ ആർ ഈസിക്കൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് പി ക്യു ആറിലെ എല്ലാ ആംഗിൾസുമായി ആംഗിൾ പി ഈസിക്കൽ ടു 80 ഡിഗ്രി, ആംഗിൾ ക്യൂ ഈസിക്കൽ ടു 40 ഡിഗ്രി, ആംഗിൾ ആർ ഈസിക്കൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടി. എല്ലാവർക്കും ചെയ്ത രീതി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് ചെയ്ത് പഠിക്കണം. അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആക്ടിവിറ്റീസിലെ തേർഡ് ക്വസ്റ്റ്യൻ. ഓരോ ചോദ്യം മാത്രം എഴുതി ഉത്തരം സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. അങ്ങനെ ചെയ്ത് പഠിക്കണം.
അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുക്കണം. ഇൻ ദ ട്രയാങ്കിൾസ് ബിലോ എ ബി ഇസ് ഈക്വൽ ടു ക്യു ആർ, ബി സി ഇസ് ഈക്വൽ ടു പി ക്യു, സി എ ഇസ് ഈക്വൽ ടു ആർ പി. Compute the remaining angles of both the triangles. Compute the remaining angles of both the triangles. എന്നിട്ട് രണ്ട് ചിത്രങ്ങളുണ്ട്. ആ രണ്ട് ചിത്രങ്ങളും ബോർഡിൽ വരച്ചിടുന്നുണ്ട്. രണ്ടും വരച്ചെടുക്കണം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിനകത്തുള്ള മിസ്സിംഗ് ആംഗിൾസ് കണ്ടുപിടിക്കണം. ഈ തന്നിരിക്കുന്നതിനകത്തുള്ള മിസ്സിംഗ് ആംഗിൾസ് തന്നിരിക്കുന്ന സൂചനകൾ എ ബി ഇസിക്കൽ ടു ക്യു ആർ എന്നുണ്ട്, ബി സി ഇസിക്കൽ ടു പി ക്യു എന്നുണ്ട്, സി എ ഇസിക്കൽ ടു ആർ പി എന്നുണ്ട്. എ ബി ഇസിക്കൽ ടു ക്യു ആർ, ബി സി ഇസിക്കൽ ടു പി ക്യു, സി എ ഇസിക്കൽ ടു ആർ പി. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ തന്നിരിക്കുന്ന സൂചനകൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മിസ്സിംഗ് ആംഗിൾസ്. ഈ വിട്ടുപോയ കോണുകൾ ഓരോന്നും കണ്ടുപിടിക്കണം. ഇവിടെ ബി സി ഇസിക്കൽ ടു പി ക്യു എന്ന് നമ്മുടെ ചോദ്യം തന്നിട്ടുണ്ട്. ബി സി ഇസിക്കൽ ടു പി ക്യു എന്ന് തന്നിട്ടുണ്ട്. ബി സിയുടെ ഓപ്പോസിറ്റായിട്ട് വന്നിരിക്കുന്ന ആംഗിളാണ് ആംഗിൾ എ എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ പഠിച്ച നിയമവും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്ത് മിസ്സിംഗ് ആംഗിൾസ് കണ്ടുപിടിക്കാം. ബി സി ഇസിക്കൽ ടു പി ക്യു. ദെൻ ഇവിടെ ബി സി എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ എ എന്ന് പറയുന്നത്. ആംഗിൾ എ ഇസിക്കൽ ടു ഇവിടെ ബി സിക്ക് ഈക്വലാണ് പി ക്യു എന്ന് പറയുന്നുണ്ട്. പി ക്യുവിന് ഓപ്പോസിറ്റായിട്ടുള്ള ആംഗിളാണ് ആംഗിൾ ആർ എന്ന് പറയുന്നത്. ആംഗിൾ ആർ ഇസിക്കൽ ടു ആംഗിൾ എ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ബി സിക്ക് ഈക്വലാണ് പി ക്യു എന്ന് പറയുന്നുണ്ട്. ബി സിക്ക് ഈക്വലാണ് പി ക്യു. ബി സിക്ക് ഈക്വലാണ് പി ക്യു. പി ക്യുവിന് ഓപ്പോസിറ്റാണ് ആർ എന്ന് പറയുന്നത്. ഇവിടെ ബി സിയുടെ ഓപ്പോസിറ്റായ ആംഗിൾ എ 60 ഡിഗ്രി എന്നുണ്ട്. അപ്പോൾ പി ക്യുവിന് ഓപ്പോസിറ്റായിട്ടുള്ള ആംഗിൾ ആറും എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. നമ്മൾ പഠിച്ച നിയമം അനുസരിച്ച് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റായിട്ടുള്ള ആംഗിൾ ഈക്വൽ ആംഗിൾ ആയിരിക്കും. അപ്പോൾ ആംഗിൾ എ ഇസിക്കൽ ടു ആംഗിൾ ആർ ഇസിക്കൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടും. ബി സി എന്ന് പറയുന്നത് പി ക്യുവിന് ഈക്വലാണ്. ബി സി ഇസിക്കൽ ടു പി ക്യു ആണ്. ബി സിക്ക് ഓപ്പോസിറ്റാണ് ആംഗിൾ എ എന്ന് പറയുന്നത്. പി ക്യുവിന് ഓപ്പോസിറ്റാണ് ആംഗിൾ ആർ എന്ന് പറയുന്നത്. ആംഗിൾ എ ഇസിക്കൽ ടു ആംഗിൾ ആർ ഇസിക്കൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടും. അടുത്തതായി ഇവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് പി ആർ എന്ന് പറയുന്നത് ആർ പി എന്ന് പറയുന്നത് നമ്മുടെ സി എക്ക് ഈക്വലാണ്. സി എ എന്ന് പറയുന്ന സൈഡ് സി എ ഇസിക്കൽ ടു ആർ പി എന്ന് രണ്ടാമത് നമുക്കൊരു സൂചന തന്നിട്ടുണ്ട്. സി എ ഇസിക്കൽ ടു ആർ പി. ഇവിടെ ആർ പിയുടെ ഓപ്പോസിറ്റായിട്ട് വന്നിരിക്കുന്ന ആംഗിളാണ് ആംഗിൾ ക്യു എന്ന് പറയുന്നത്. സി എയുടെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ ബി. ദെൻ ആംഗിൾ ബി ഇസിക്കൽ ടു സി എ എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ ബി എന്ന് പറയുന്നത്. സി എക്ക് ഈക്വലാണ് ആർ പി എന്ന് പറയുന്നത്. ആർ പിയുടെ ഓപ്പോസിറ്റാണ് ആംഗിൾ ക്യു എന്ന് പറയുന്നത്. ദെൻ ആംഗിൾ ബി ഈസിക്കൽ ടു ആംഗിൾ ക്യു ഈസിക്കൽ ടു 70 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ ബി ഈസിക്കൽ ടു ആംഗിൾ ക്യു ഈസിക്കൽ ടു 70 ഡിഗ്രി എന്ന് കിട്ടും. ഇവിടെ സി എ ഈസിക്കൽ ടു ആർ പി എന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. സി എയുടെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ ബി എന്ന് പറയുന്നത്. ആർ പിയുടെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ ക്യു എന്ന് പറയുന്നത്. ആംഗിൾ ബി ഈസിക്കൽ ടു ആംഗിൾ ക്യു ഈസിക്കൽ ടു 70 ഡിഗ്രി എന്ന് കിട്ടും. അടുത്തതായി എ ബി ഈസിക്കൽ ടു നമുക്കിവിടെ രണ്ട് ആംഗിൾസും കണ്ടുപിടിച്ചു. ഇവിടെ നമ്മൾ ആംഗിൾ ബി എന്ന് പറയുന്നത് 70 ഡിഗ്രി ആണെന്ന് കണ്ടുപിടിച്ചു. കൂടാതെ ഇവിടെ ആംഗിൾ എ ഈസിക്കൽ ടു ആംഗിൾ ആർ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്ന് കണ്ടുപിടിച്ചു. ആംഗിൾ ആറും 60 ഡിഗ്രിയാണ്. ഇനി അടുത്ത് നമുക്ക് തേർഡ് ആംഗിൾ കണ്ടുപിടിക്കണം. എ ബി സിയിലെ ആംഗിൾ സി കണ്ടുപിടിക്കണം. ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ സി ഈസിക്കൽ ടു നമുക്ക് അറിയാം ട്രയാങ്കിളിൻ്റെ ആംഗിൾസിന് സം 180 ഡിഗ്രിയാണ്. അതനുസരിച്ച് നമുക്ക് ആംഗിൾ സി കണ്ടുപിടിക്കാം. 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി പ്ലസ് 70 ഡിഗ്രി ഈസിക്കൽ ടു 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി ഈസിക്കൽ ടു 50 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ സി നമുക്കിവിടെ 50 ഡിഗ്രി ആണ്. ആംഗിൾ സി എന്ന് പറയുന്നത് എ ബിയുടെ ഓപ്പോസിറ്റായിട്ട് വന്ന ആംഗിളാണ് ആംഗിൾ സി എന്ന് പറയുന്നത്. അപ്പോൾ എ ബി ഈസിക്കൽ ടു
എ ബിക്ക് ഈക്വലാണ് ക്യു ആർ എന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എ ബി ഈസ് ഈക്വൽ ടു ക്യു ആർ. ദെൻ എ ബിയുടെ ഓപ്പോസിറ്റാണ് ആംഗിൾ സി. ആംഗിൾ സി ഈസ് ഈക്വൽ ടു ക്യു ആറിന് ഓപ്പോസിറ്റായിട്ടുള്ള ആംഗിളാണ്. ക്യു ആറിന് ഓപ്പോസിറ്റായിട്ടുള്ള ആംഗിളാണ് ആംഗിൾ പി എന്ന് പറയുന്നത്. ആംഗിൾ പി ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ മിസ്സിംഗ് ആംഗിൾസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ എ ബി എന്ന് പറയുന്ന സൈഡ് അതിന് ഈക്വലാണ് ക്യു ആർ എന്ന് പറയുന്നത്. എ ബിയുടെ ഓപ്പോസിറ്റാണ് ആംഗിൾ സി. ക്യു ആറിന് ഓപ്പോസിറ്റാണ് ആംഗിൾ പി. ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ പി ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് കിട്ടും. അതനുസരിച്ച് നമ്മുടെ എ ബി സിയിലെയും പി ക്യു ആറിലെയും എല്ലാ ആംഗിൾസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്ത് പഠിക്കണം. ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത 4ാമത്തെ ചോദ്യം ചെയ്യാം. 4ാമത്തെ ചോദ്യം എല്ലാവരും എഴുതിയെടുക്കുക. ആക്ടിവിറ്റീസിലെ 4th ക്വസ്റ്റ്യൻ. ഈ ചെയ്ത ചോദ്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. 4ാമത്തെ ചോദ്യം. ചോദ്യം ആദ്യം ചിത്രമാണ്. ചിത്രം എല്ലാവരും വരച്ചെടുക്കണം. എ ഡി ബി സി 8 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ. ചിത്രം വരച്ചെടുത്തതിന് ശേഷം താഴെ ചോദ്യം എഴുതണം. ആർ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ബി ഡി ഈക്വൽ ഇൻ ദി ഫിഗർ എബോവ്? വൈ? ത്രികോണം എ ബി സിയിലെയും ത്രികോണം എ ബി ഡിയിലെയും ആംഗിൾസ് എല്ലാം, കോണുകളെല്ലാം തുല്യമാണോ, എന്തുകൊണ്ട് എന്നതാണ് ചോദ്യം. തന്നിരിക്കുന്ന ചിത്രത്തിൽ എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും, 2 ട്രയാങ്കിൾസ് ഉണ്ട്. എ ബി സിയും എ ബി ഡിയും. എ ബി സി ട്രയാങ്കിൾ, എ ബി സി ട്രയാങ്കിൾ, എ ബി ഡി. ഈ 2 ട്രയാങ്കിൾസിലെയും ആംഗിൾസ് എല്ലാം ഈക്വൽ ആണോ എന്നതാണ് ചോദ്യം. നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന ട്രയാങ്കിൾസിലെ ഇവിടെ എ സി ഈസ് ഈക്വൽ ടു എ ഡി, തന്നിരിക്കുന്ന ചിത്രത്തിനകത്ത് എ സി ഈസ് ഈക്വൽ ടു എ ഡി എന്ന് പറയുന്നത് 2 സൈഡും 2 ട്രയാങ്കിൾ എ ബി സിയിലെയും എ ബി ഡിയിലെയും എ ഡി എ സി എന്നീ 2 സൈഡ്സ് ഈക്വൽ ആണെന്ന് നമുക്ക് ചിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ്. എ സിയുടെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ എ ബി സി എന്ന് പറയുന്നത്. ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ബി ഡി, ആംഗിൾ എ ബി ഡി എന്ന് കിട്ടും. അതായത് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ ഈക്വൽ ആംഗിൾ ആയിരിക്കും. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ എ സിക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ എ ബി സി എന്ന് പറയുന്നത്. എ ഡിക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ എ ബി ഡി എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ബി ഡി എന്ന് പറയാം. അതനുസരിച്ച് രണ്ടാമത് ബി ഡി ഈസ് ഈക്വൽ ടു ബി സി എന്ന് പറയും. ബി ഡി ഈസ് ഈക്വൽ ടു ബി സി എന്ന് നമുക്ക് ചിത്രം കണ്ടാൽ മനസ്സിലാവും. 2 6 സെൻറ്റിമീറ്റർ ആണ്. ബി ഡി ഈസ് ഈക്വൽ ടു ബി സി. ഇവിടെ എ ഡിയും എ സിയും ഈക്വൽ ആയിരുന്നു. എ ഡി ഈസ് ഈക്വൽ ടു എ സി. എ ഡിയും എ സിയും ഈക്വൽ ആയതുകൊണ്ടാണ് ഈ 2 ആംഗിളും ഈക്വൽ ആയിട്ട് വന്നത്. അതുപോലെ ബി ഡി ഈസ് ഈക്വൽ ടു ബി സി ആണ്. ബി ഡി ഈസ് ഈക്വൽ ടു ബി സി. അങ്ങനെയെങ്കിൽ ആംഗിൾ ഡി എ ബിയും ആംഗിൾ ഡി എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി എ ബി എന്ന് കിട്ടും. ഡി എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി എ ബി. ഇത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള സൈഡാണ്. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ ഈക്വൽ ആംഗിൾ ആയിരിക്കും. അതനുസരിച്ച് ബി സിയുടെ ഓപ്പോസിറ്റായിട്ട് വന്ന ആംഗിളാണ് ആംഗിൾ സി എ ബി എന്ന് പറയുന്നത്. ബി ഡിയുടെ ഓപ്പോസിറ്റായിട്ട് വന്ന ആംഗിളാണ് ആംഗിൾ ഡി എ ബി എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് ബി ഡി ഈസ് ഈക്വൽ ടു ബി സി, ബി ഡി ഈസ് ഈക്വൽ ടു ബി സി ആയതുകൊണ്ട് ദെൻ ആംഗിൾ ഡി എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി എ ബി എന്ന് കണ്ടെത്താം. ഇവിടെ എ ബി എന്ന് പറയുന്ന സൈഡ് എ ബി സിയിലെയും എ ബി ഡിയിലെയും കോമൺ സൈഡാണ്. എ ബി ഈസ് എ കോമൺ സൈഡ് in both the triangles. എ ബി എന്ന് പറയുന്നത് 2 ട്രയാങ്കിളിലെയും കോമൺ സൈഡാണ്, പൊതുവായ വശമാണ്. എ ബി കോമൺ സൈഡാണ്. എ ബി സിയിലെയും എ ബി ഡിയിലെയും കോമൺ സൈഡാണ്. അപ്പോൾ എ ബിയുടെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ എ സി ബി എന്ന് പറയുന്നത്. ആംഗിൾ എ സി ബി, എ ബി ഇസ് എ കോമൺ സൈഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ഡി ബി എന്ന് പറയാം. ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ഡി ബി.
ഈ രണ്ട് ആംഗിൾസും ഈക്വലാണ്. കാരണം എ ബി എന്ന് പറയുന്നത് രണ്ട് ട്രയാങ്കിളിലെയും കോമൺ സൈഡാണ്. കോമൺ സൈഡ് ആയതുകൊണ്ട് അതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കും. എ ബിയുടെ ഓപ്പോസിറ്റാണ് ആംഗിൾ എ സി ബി വന്നിരിക്കുന്നത്. ഇവിടെ എ ബിയുടെ ഓപ്പോസിറ്റാണ് ആംഗിൾ എ ഡി ബി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ഡി ബി എന്ന് പറയാം. ഈ ചോദ്യം നമ്മൾ മിസ്സിംഗ് ആംഗിൾസിനകത്ത് ചോദ്യം ഇതായിരുന്നു, എ ബി സി എ ബി ഡി എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിളിലെയും ആംഗിൾസ് ഈക്വൽ ആണോ എന്നായിരുന്നു ചോദ്യം. ആംഗിൾസ് ഈക്വൽ ആണ്. കാരണം രണ്ട് ട്രയാങ്കിൾസിൻ്റെയും സൈഡ്സ് ഈക്വൽ ആണ്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആംഗിൾസും ഈക്വൽ ആണെന്ന് പറയാം. നമ്മൾ ആദ്യം പഠിച്ച നിയമം, ഒരു ട്രയാങ്കിളിൻ്റെ 3 വശങ്ങളും 3 സൈഡ്സും മറ്റൊരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ രണ്ട് ട്രയാങ്കിളിൻ്റെയും ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. നമ്മൾ ആദ്യം ഒരു നിയമം പഠിച്ചായിരുന്നു. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ആംഗിൾസ് ഈക്വൽ ആണ് നമുക്ക് കണ്ടെത്താം. Therefore, triangle ABC, 3 sides of triangle ABC is equal to the 3 sides of triangle ABD എന്ന് നമുക്ക് കണ്ടെത്താം. എല്ലാവർക്കും ഈ ചോദ്യം ചെയ്ത് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അടുത്ത ചോദ്യം ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എല്ലാവർക്കും മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. 2-3 ആവർത്തി എല്ലാവരും ചെയ്ത് പഠിക്കണം. ചോദ്യം തനിയെ എഴുതിയിട്ട് ഉത്തരം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് അവസാനം ശരിയാണോ എന്നറിയാൻ മാത്രമേ നമുക്ക് സൂചനകൾ ബാക്കി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്ലാസ്സിൻ്റെ ഇതിൽ നോക്കാവൂ. എല്ലാവരും നന്നായിട്ട് ചെയ്ത് പഠിക്കണം. ബാക്കി അടുത്ത ദിവസം.